അളിയോ എന്റെ വക എല്ലാവർക്കും ചായ പറഞ്ഞേൽ വാ. വണ്ടി ഇടളിയോ? അളിയോ ഇത് നീ ഇന്നലെ ഇട്ട ഡ്രസ്സല്ലേ? കിണിക്കണ അതൊക്കെ നടക്കും മക്കളെ. എന്താളിയോ ചിരിക്കണേ? അളി അതുകൊണ്ടല്ല, ഈ ചായയുടെ പൈസ വാസുവിന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു പറ്റിയതാണ്. അളിയാടേ ഒരു പഴംപൊരിയും കൂടി വാങ്ങട്ടാ? എനിക്കും. ഓ കഴിച്ചോ കഴിച്ചോ. ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക, കേരളത്തിൽ സോംബി വൈറസ് വ്യാപിക്കുന്നു. എല്ലാവരും വീടുകൾക്കുള്ളിൽ തന്നെ തുടരുക. പുറത്തിറങ്ങുന്നത് അപകടകരമാണ്. സുരക്ഷിതരാവുക, ജീവൻ രക്ഷിക്കുക. മണ്ടന്മാര്, ഇത് എപ്സ്റ്റീൻ ഫയൽസ് മറിക്കാൻ വേണ്ടി ട്രംപിന്റെ ട്രിക്കാണ്. പിള്ളേർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം. കേരളത്തിൽ അജ്ഞാത വൈറസ് ബാധ, സോംബി വൈറസ് എന്നറിയപ്പെടുന്നു. അതിനാലല്ലേ ഇത് അതീവ ജാഗ്രത. സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു നല്ല വർഷമാണ്. അപ്പോ നമ്മളിനി വീട്ടിന്റെ വെളിയിലിറങ്ങാൻ പാടില്ലെന്നാ? അമ്മയെ വിളിക്കട്ടെ. ഹലോ അമ്മ, വല്ലതും പറ്റിയാ? വല്ലതും പറ്റാൻ വേണ്ടി കാത്തിരിക്കണോ? അതല്ല, ന്യൂസ് നോക്ക്, ന്യൂസ്. വിശ്വസിക്കാൻ പറ്റണില്ലല്ലേ ഇതൊക്കെ? എടാ ഇതൊക്കെ കേട്ടോടനെ എല്ലാരും ഓടിയടാ. അളിയാ, നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്, എന്റെ വീട്ടിൽ വാ. അളെ ഇവിടെ ആരും കാണാനില്ലല്ലോ. ഇവിടെ അതെന്തോന്ന് റോഡിന്റെ നടുക്ക്? ഇവിടെ എന്തോ നിർത്തിയ? പെട്ടെന്ന് പോളിയാ, കയ്യും കാലേക്ക് വിറക്കണേ. അപ്പോ നമ്മളിനി എന്ത് ചെയ്യും? എനിക്കറിയാൻ പാടില്ല, ആകെ പെട്ടിരിക്കണ്. അപ്പോ ഒന്നെങ്കിൽ സോംബിയാവും അല്ലെങ്കിൽ ചാവും അല്ലേ? മിണ്ടാറും. നോക്കളെ, ഒരു പാവം പെണ്ണ് പേടിച്ചിരിക്കണ്. ഞാൻ പോയി രക്ഷിക്കട്ട്. നീ അവന്മാരെ വണ്ടി കയറ്. കുട്ടി കുട്ടി, ഇവിടെ പേടിച്ചിക്കണ്ട, ഞാൻ സേഫ് ആയിട്ട് വീട്ടിലേക്കാം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ അജ്ഞാതമായ ആക്രമണങ്ങൾ റിപ്പോർട്ട്. അമ്മേ, എല്ലാം അറിഞ്ഞല്ല. നീ എവിടെ ആയിരുന്നു? 100 വട്ടം ഫോൺ വിളിച്ചെടുക്കാത്തത്. അതെപ്പോഴും സൈലന്റാ. സൈലന്റാ? ഞാൻ 100 അല്ല 101 വട്ടം വിളിച്ച്. ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്നറിയാമോ? നീയൊക്കെ ചോറ് തന്നെയല്ലടാ തിന്നണേ. അച്ഛനോടെ അമ്മ, നിന്റെ അച്ഛൻ തോ അവിടെ സോംബി എന്ന് കേട്ടപ്പോ തന്നെ പേടിച്ചിരിക്കാൻ തുടങ്ങിട്ട് കുറെ നേരായി. അളിയ ഇനി കറണ്ട് ഒന്നും നോക്കണ്ട, അതൊക്കെ അടിച്ചു പോയി കാണും. ഇനി നമ്മുടെ ലൈഫൊക്കെ ഇനി എങ്ങനെയായിരിക്കും? വീട്ടിൽ അവര് സേഫ് ആണെന്ന് പറഞ്ഞ് ഒന്നുകൂടെ വിളിച്ചോക്കട്ടെ, എനിക്ക് സമാധാനമില്ല. അമ്മ, നിങ്ങൾ ഇപ്പോഴും ഓക്കെ അല്ലേ? സേഫ് തന്നെയല്ല? എടാ, നമ്മള് സേഫാണ്. നീ ഇനി വരാനൊന്നും നിൽക്കണ്ട ഇങ്ങോട്ട്. വീടിന് ചുറ്റും സോംബികൾ വളഞ്ഞിട്ടാവണം. അയ്യോ, എടാ ഫോണിൽ ചാർജ് ഒന്ന്. വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. എടാ അവരൊക്കെ അവിടെ പെട്ടിരിക്കും. ഞാൻ എങ്ങനെയാണ് അവിടെ നിൽക്കണേ? എനിക്ക് അവിടെ പോയേ പറ്റൂ. ചെന്ന് കേറിക്കോട്ടെ, സോംബി നക്കി വിടും നിന്നെ.
അളി എങ്ങനെയെങ്കിലും അച്ഛനും അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരണോടാ, നിങ്ങൾ എന്നെ സഹായിക്കൂ. അളി അങ്ങനെ ചോദിച്ചാ എന്റെ അപ്പൂപ്പൻ പണ്ട് ആർമിയിലായിരുന്നു. അതിനെന്ത്? ഇതിന്റെ അടിയിൽ സീക്രട്ട് അണ്ടർഗ്രൗണ്ട് ഉണ്ട്, നിങ്ങൾക്കൊക്കെ അത് കാണിച്ചു തരാം, വാ. ഇതൊക്കെ എന്തോടാ? ഇതൊക്കെ വെച്ച് നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഇതൊക്കെ വെച്ച് സോംബീസിനെ അറ്റാക്ക് ചെയ്താലാ. നിനക്കതിന് എയിമൊന്നുമില്ലല്ലോ. എടാ നിന്റെ അച്ഛനമ്മയും നമ്മുടെയും കൂടെ അല്ലടാ, അതുകൊണ്ട് നമ്മളെ രക്ഷിക്കും. അച്ഛനമ്മ അറിയാതെ ഇതൊക്കെ കൊണ്ട് നൈസിൽ ഇറങ്ങാം. ഈ സമയത്തൊന്നും അൺനോൺ നമ്പർ. മക്കളെ നീ ഇനി ഇങ്ങോട്ട് വരണ്ട കേട്ടാ, നമ്മളെ പട്ടാളക്കാരൊക്കെ വന്ന് ക്യാമ്പിലോട്ട് മാറ്റി. നീ അവിടെ സേഫ് ആയിട്ടിരിക്കും, പുറത്തു നടക്കണ്ട. അളിയ അച്ഛനമ്മയും വിളിച്ചിരുന്നു, അവര് സേഫാണ്, അവരെ ക്യാമ്പിലോട്ട് മാറ്റിയെന്ന് പറഞ്ഞു. ഓ, നീ ഇപ്പൊ നമ്മളെ കൊല്ലുമായിരുന്നു. എങ്കിൽ നമുക്ക് അകത്ത് കയറാല്ലേ, അല്ലെങ്കിൽ സോംബി നക്കി വിടും.